Once again, welcome back to my video blog. My name is Sibad Rahman. നമ്മൾ ട്രാഫിക് സിഗ്നൽ എന്തെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓവർ സ്പീഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നോട്ടീസ് നമ്മുടെ വീട്ടിൽ വരുന്നതാണ് സ്പീഡ് വയലേഷൻ നോട്ടീസ് എന്നാണ് ഇതിന് പറയുന്നത്. എന്നാൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെനാൽറ്റി ഓൺലൈനിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ട്രാഫിക് സിഗ്നൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സ്പീഡ് വയലേഷൻ നോട്ടീസിലുള്ള എമൗണ്ട് നമുക്ക് ഓൺലൈനായി പേ ചെയ്യാമെന്നുള്ളതാണ്. അതിനായി നമുക്കൊരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് kerala.mvd.govin. അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ ഫൈൻ റെമിറ്റൻസ് ക്യാമറ സർവിലൻസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മറ്റൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ഇവിടെ തന്നെ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു എക്സാമ്പിളും സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതേ ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അതിൽ എൻ്റർ ചെയ്യേണ്ടത്. എൻ്റെ ഇരിക്കുന്നത് സ്പീഡ് വയലേഷൻ നോട്ടീസിൻ്റെ ഒരു പ്രിന്റ് ഫോർമാറ്റ് ആണ്. ഇതിൽ തന്നെ ഏത് സമയത്താണ് എത്ര കിലോമീറ്റർ ആണ് വണ്ടി പോയെന്നൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഗോ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. നോട്ടീസ് നമ്പർ, ലൊക്കേഷൻ, ഡേറ്റ്, സ്പീഡ്, അങ്ങനെ എല്ലാം എത്ര എമൗണ്ട് ആണ് അടക്കേണ്ടത് എന്ന് വരെ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്തുകൊണ്ട് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വേറൊരു വിൻഡോ വരുന്നതാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതിനുശേഷം പേ ത്രൂ നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യാണ്. അതിനുശേഷം മൊബൈൽ നമ്പർ. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇപ്പോൾ വണ്ടി ഉപയോഗിച്ച ആളുടെ തന്നെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും വേണമെന്നില്ല. ആരാണോ പേ ചെയ്യുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും പേ ചെയ്താൽ മതി. നമുക്ക് ഒരു പക്ഷേ നെറ്റ് ബാങ്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ഇത് എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുടെ അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യുക എന്നുള്ളത് ഒരു സബ്ജക്റ്റ് തന്നെയല്ല. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഏതാണോ ബാങ്ക് ഉള്ളത്, ഒരുപക്ഷെ HDFC ആയിരിക്കാം, ഫെഡറൽ ബാങ്ക് ആയിരിക്കാം, ആ ബാങ്കും എല്ലാം നെറ്റ് ബാങ്കുമായിട്ട് കണക്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ വരുന്ന വയലേഷൻ നോട്ടീസൊക്കെ പെനാൽറ്റി അടക്കാവുന്നതാണ്. അപ്പോൾ സ്പീഡ് വയലേഷൻ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഓൺലൈനിലൂടെ പേ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് നെറ്റ് ബാങ്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തുക്കളുടെ നെറ്റ് ബാങ്കിങ് വഴി നമുക്കിത് പേ ചെയ്യാവുന്നതാണ്. ടെക്നോളജി നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. ടെക്നോളജി പരമായിട്ടുള്ള കൂടുതൽ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.